നിങ്ങളുടെ ചിന്തകളുമായി പൊരുത്തപ്പെടുന്നത് അവസാനിക്കുമ്പോഴാണ് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരവും സ്വാതന്ത്ര്യവുമുണ്ട്. നമ്മൾ ഭാരതീയരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി സ്വാതന്ത്ര്യം ആവോളം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യന് താഴെയുള്ള സകലതിനെയും ഇഴുകറി വിമർശിക്കാൻ പ്രബുദ്ധർ എന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മൾക്കൊക്കെ വലിയ മിടുക്കാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും വാദോരാതെ വർത്തമാനം പറയാൻ ഓരോരുത്തരും മത്സരിക്കുന്നതായി തോന്നാറുമുണ്ട്. ബുദ്ധിജീവികൾ എന്ന് മറ്റുള്ളവർ ചിലർക്ക് ചാർത്തിക്കൊടുത്ത ബിരുദവുമായി നടക്കുന്ന ആളുകൾ മനുഷ്യന് യാതൊരു ഉപകാരവും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റവും വർത്തമാനമാണ് പറയുന്നത്. ഒരു മിനിമം പകുതിയും വിവേകമുള്ള സാധാരണ മനുഷ്യർ ഇവരെക്കാൾ എത്രയോ ഭേദമാണ്. ഇത്തരം ബുദ്ധിജീവികളെ കൊണ്ട് നാടിന് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മാത്രമല്ല, ദീർഘവീക്ഷണത്തോടെ രാജ്യത്തിൻ്റെ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു പദ്ധതിയും പരിപാടിയും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുമില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരവും ഇവർ കളയാറില്ല. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എത്ര പെട്ടെന്നാണ് അവർ പരിഹരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കും. വളരെ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ ആലോചനകളെയും ചിന്തകളെയും മനസ്സിൽ പൊരുത്തപ്പെടുത്തി ആ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനം കണ്ടെത്തി കഴിയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നത്. കാര്യമാത്ര പ്രസക്തമായ സംസാരം കൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ആ വിഷയത്തിൻ്റെ പരിഹാരം കാണുകയും ചെയ്യും. ശുഭദിനം.